നടിയാക്രമിച്ച കേസിൽ അതിജീവിതയുടെ പോരാട്ടം ഇനിയും തുടരേണ്ടി വരും. സുപ്രസിദ്ധയായ ഒരു നടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് 3 കോടതികളിൽ എത്ര നിരുത്തരവാദപരമായാണ് കൈമാറിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് എറണാകുളം സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് ഹൈക്കോടതിക്ക് നൽകിയിരിക്കുന്നത്. 3 കോടതികളിൽ വെച്ച് കോടതി പ്രവർത്തിക്കാത്ത, രാത്രി അടക്കമുള്ള സമയങ്ങളിൽ ഉത്തരവാദിത്തമില്ലാതെ ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി ദൃശ്യങ്ങൾ ആക്സസ് ചെയ്തു എന്ന റിപ്പോർട്ടർ വാർത്ത ശരിവെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഹണിയം വർഗീസ് നൽകിയിരിക്കുന്നത്. എങ്കിലും സ്വന്തം സഹപ്രവർത്തകരായ ജുഡീഷ്യൽ ഓഫീസർമാരെയും ജീവനക്കാരെയും രക്ഷപ്പെടുത്തുന്ന നിഗമനങ്ങളിലാണ് ജഡ്ജ് എത്തിയിരിക്കുന്നത് എന്നാണ് അതിജീവിതയുടെ പരാതി. അതിജീവിത പോരാട്ടം തുടരുകയാണ്. നീതിക്കായി അവർ വീണ്ടും കോടതിയിലെത്തിയിരിക്കുന്നു. കള്ളം മൂടിവെക്കാനോ? റിപ്പോർട്ട്. നമ്മോടൊപ്പം ഉള്ളത് ജസ്റ്റിസ് കമാൽ പാഷ, അഡ്വക്കേറ്റ് ടി ബി മിനി, പ്രകാശ് ബാരെ, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ തുടങ്ങിയവരാണ്. ആദ്യം ജസ്റ്റിസ് കമാൽ പാഷയിലേക്ക്. ജസ്റ്റിസ് കമാൽ പാഷ, അതിജീവിത നൽകിയിട്ടുള്ള ഹർജിയിലൂടെ എന്താണ് ആ റിപ്പോർട്ടിൽ ഉള്ളത് എന്നത് സംബന്ധിച്ച പ്രാഥമിക വിവരം താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. നമുക്കെല്ലാം അതേക്കുറിച്ചുള്ളൊരു കുറഞ്ഞ ധാരണ ഏറ്റവും കുറഞ്ഞതുണ്ട്. നമുക്ക് ഇതിനകത്ത് ആ റിപ്പോർട്ടിൽ കാണുന്ന കാര്യങ്ങളോടുള്ള താങ്കളുടെ ആദ്യ പ്രതികരണം എന്താണ്? നികേഷ്, ആ റിപ്പോർട്ട് മാധ്യമങ്ങളിൽ നിന്ന് കാണാനിടയായി. അപ്പോൾ റിപ്പോർട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ കാണാനിടയായി. റിപ്പോർട്ട് കണ്ടില്ല, അതിൻ്റെ ഉള്ളടക്കം മുഴുവനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം ആ റിപ്പോർട്ട് എന്താണെന്ന് അറിയില്ല. പക്ഷേ അത് മാധ്യമങ്ങളിൽ, അതായത് അതിജീവിത ഇപ്പോൾ കൊടുത്ത ഹർജിയിൽ നിന്ന് അത് റീപ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നു. അത് കാണാനിടയായി. വളരെ ഷോക്കിംഗ് ആണ്, വളരെ നമുക്ക് ഞെട്ടലുളവാക്കുന്ന സംഭവങ്ങളാണ്. കോടതികളിൽ ഇങ്ങനെ നടക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. കാരണം എൻ്റെ അറിവിൽ കോടതികളിൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇവിടെ അത് നമ്മുടെ വിശ്വാസത്തിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ തകിടം പറഞ്ഞ് പോകുന്നതായിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അതായത് തൊണ്ടി മുതലാണ് ആ മെമ്മറി കാർഡും അതുപോലെ അതിൻ്റെ അത് കൊടുക്കുമ്പോൾ അത് കൊണ്ടുവന്ന് മജിസ്ട്രേറ്റ് കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് വെളിയിൽ പോകുക എന്ന് പറയുന്നത് വളരെ നിരുത്തരവാദപരമായ കാര്യമാണ്. ഒരിക്കലും ചെയ്യാൻ പാടുള്ള കാര്യമല്ല. അത് കോടതിയുടെ പ്രോപ്പർട്ടി, കോടതിയിൽ ആ കേസിലെ പ്രോപ്പർട്ടിയാണ് അത്. ആ പ്രോപ്പർട്ടി ക്ലാർക്ക് അത് ഫയലിലെടുത്ത് പ്രോപ്പർട്ടി രജിസ്റ്ററിനകത്ത് റെക്കോർഡ് ചെയ്ത് അവിടെ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. അത് ശരിയായ രീതിയിൽ സൂക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്ട്രോങ് റൂമിൽ വെക്കണം എന്നുള്ള രീതിയിൽ പോലും അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ വെക്കുന്നതാണ്. സേഫ് കസ്റ്റഡി വെക്കാനായിട്ട് ഉള്ള പെറ്റീഷൻ കൊടുത്ത് സേഫ് കസ്റ്റഡി വെക്കേണ്ട സാധനമാണ്. പ്രത്യേകിച്ച് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈറ്റലായിട്ടുള്ള ഒരു എവിഡൻസാണ്, ഒരു തൊണ്ടിയാണ് ഇതിലെ ആ മെമ്മറി കാർഡെന്ന് പറയുന്നത്. അത് ഇതുപോലെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോവുക, അതിൻ്റെ അത് കൊണ്ടുവന്ന് കാണുക, പരിശോധിക്കുക, നാട്ടുകാരെയൊക്കെ വിളിച്ച് കാണിക്കുക, ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. ഇത് കോടതിയിൽ നിന്ന് എടുത്ത് വെളിയിലേക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ സംഭവിച്ച കാര്യങ്ങൾ, അതായത് വീട്ടിൽ കൊണ്ടുപോവുക എന്നുള്ള ഗുരുതരമായ തെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. മെമ്മറി കാർഡ് പരിശോധിക്കുന്നത് സംബന്ധിച്ച് അന്നത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയുടെ നിർദ്ദേശങ്ങൾ അടങ്ങിയ വിവരങ്ങൾ ബെഞ്ച് ക്ലാർക്ക് മഹേഷ് മോഹൻ മൊഴിയിൽ പറയുന്നുണ്ട്. അത് താൻ ഇത്തരം കാര്യങ്ങൾക്ക് മകനെയാണ് ആശ്രയിക്കാറുള്ളത് എന്ന് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി പറയുന്നു. എന്നാൽ ഇത് അങ്ങനെ ഏൽപ്പിക്കാനാകുന്ന കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് മോഹനെ ഏൽപ്പിക്കുന്നു. മഹേഷ് മോഹൻ അത് വീട്ടിൽ കൊണ്ടുപോയി രാത്രി ഇത് പരിശോധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ വെരിഫിക്കേഷൻ, അതായത് ഈ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ മെമ്മറി കാർഡ് നൽകിയിരിക്കുന്നത് ജഡ്ജ് മഹേഷ് മോഹൻ എന്ന ബെഞ്ച് ക്ലാർക്കിന് നൽകിയിരിക്കുന്നത് വെരിഫിക്കേഷനാണ്. ഒരു മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ സംബന്ധിച്ച വെരിഫിക്കേഷൻ എന്ന ലീഗൽ ടേമിൻ്റെ വ്യാഖ്യാനം എന്താണ് സാർ? ഇത് ഈ പറയുന്നതെല്ലാം തെറ്റാണ്. ഈ രീതിയിലുള്ള വെരിഫിക്കേഷനൊന്നും പാടില്ല. വെരിഫിക്കേഷനൊന്നും അല്ല ഇത്. വളരെ വലിയ അഹങ്കാരവും വൃത്തികേടുമാണ് കാണിച്ചേക്കുന്നത്. അത് ഈ മഹേഷ് എന്ന് പറയുന്ന ഈ ബെഞ്ച് ക്ലാർക്കിനോ അതുപോലുള്ള ആളുകൾക്കോ കാണാൻ പറ്റിയ ഒരു സാധനമല്ലത്. അവർ കാണാൻ പാടില്ല. ഇതാകെ ഉപയോഗിക്കാവുന്നത് ഓപ്പൺ കോടതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള തെളിവെടുക്കുന്ന സമയത്ത് ഉപയോഗിക്കാം. പക്ഷേ ആ ഓപ്പൺ കോടതിയിൽ ഇത് പറ്റുന്നില്ല. കാരണം ഇത് ഇൻ ക്യാമറ ട്രയൽ നടത്തേണ്ടതാണ്. ആ ഇൻ ക്യാമറ ട്രയൽ നടത്തുമ്പോൾ അതിനകത്ത് ഈ മെമ്മറി കാർഡോ പെൻഡ്രൈവോ ഒക്കെ അവിടെ പ്ലേ ചെയ്തിട്ട് അവിടെ അത് കാണാം എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പാടുള്ള കാര്യമല്ല ഇത് ഈ പറയുന്നത്.
അത് ബെഞ്ച് ക്ലാർക്കിന് ഇത് പരിശോധിക്കാനുള്ള ഒരവകാശവും ഇല്ല. ഇതിന് വേരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ സീൽഡ് കവറിൽ തന്നെ ഈ സാധനം അങ്ങ് വെക്കണം. വെച്ചിട്ട് ആ സീൽഡ് കവർ പോലും ഓപ്പൺ ചെയ്യുന്നത് കോടതിയിലെ എവിഡൻസിൻ്റെ സമയത്ത് മാത്രം ഓപ്പൺ ചെയ്യേണ്ടതാണ്. അല്ലാതെ ഇനി ഇതിൻ്റെ കോപ്പി കൊടുക്കണമെന്നിരിക്കട്ടെ, അതിൻ്റെ പകർപ്പ് കൊടുക്കേണ്ട ഒരു സാധനമാണ് ആണെങ്കിൽ അപ്പോൾ അതിന് പകർപ്പിന് വേണ്ടി ഇതെടുത്ത് പൊട്ടിച്ചിട്ട് അത് ജഡ്ജിൻ്റെ സാന്നിധ്യത്തിൽ അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ പകർപ്പെടുപ്പിക്കാം. ഇതല്ലാതെ വേറെ വേരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല ഇതിനകത്ത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് വേരിഫിക്കേഷൻ ഇവർ പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ ഒരു മഹസറിനകത്ത് മുഴുവനുണ്ടോ, അതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ടോ, അതിനകത്ത് അതിൻ്റെ തലയും വാലും ഒക്കെ ഉണ്ടോ, ഇത് നോക്കിയെടുക്കുന്നതാണ് ഈ വേരിഫിക്കേഷൻ ഇവർ പറയുന്നത്. അതേപോലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനകത്ത് വേണ്ട കാര്യങ്ങൾ അത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടാണോ എന്ന് പറഞ്ഞ് ഹാജരാക്കിയേക്കുന്നു. ഇപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ഹാജരാക്കുന്നു, ഇൻക്വസ്റ്റ് റിപ്പോർട്ടെന്ന് പറയും, പക്ഷേ ഇത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടാണോ അല്ലയോ എന്ന് അറിയുന്നില്ല, അത് വെരിഫൈ ചെയ്യാം. ഇതല്ലാതെ ഈ ക്രിമിനൽ സെക്ഷനിൽ ഇതിൻ്റെ വേരിഫിക്കേഷൻ എന്ന് പറയുന്നത് വേറെ ഒരു പണിയില്ല. ഈ പറയുന്ന മെമ്മറി കാർഡോ അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ പെൻഡ്രൈവോ ഒന്നും ഇവിടെ വേരിഫൈ ചെയ്യേണ്ട ഒരു സാഹചര്യവും ഇല്ല. അവർ ഹാജരാക്കിയേക്കുന്ന സാധനം അതിനകത്തൊന്നും ഇല്ലെങ്കിലില്ല, ഉണ്ടെങ്കിലുണ്ട്. അത് സയൻറ്റിഫിക് എവിഡൻസ് അതിന് കളക്ട് ചെയ്യാണ്. ഇലക്ട്രോണിക് എവിഡൻസ് ആണല്ലോ ഇത്. ഇപ്പം മെമ്മറി കാർഡായാലും പെൻഡ്രൈവ് ആയാലും വരുന്നത് നമ്മുടെ IT ആക്ട് അനുസരിച്ച് ഉള്ള ഇലക്ട്രോണിക് എവിഡൻസ് ആണ്. അത് നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് അത് ഏതൊക്കെ വിധത്തിൽ അത് ഉപയോഗിക്കാം എന്നുള്ളതുണ്ട്. ഈ മെമ്മറി കാർഡാണെങ്കിൽ ആ മെമ്മറി കാർഡിലെ വിവരങ്ങൾ അതേപോലെ അത് ട്രാൻസ്ക്രൈബ് ചെയ്താൽ അത് സർട്ടിഫൈ ചെയ്ത് തരണം. ആ രീതിയിലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മെമ്മറി കാർഡിൻ്റെ ഒറിജിനൽ തന്നെ വേണം. ഒറിജിനൽ ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ എന്നാണല്ലോ അങ്ങ് പറയുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ 100,000 കോടതികളുണ്ട്. അതേപോലെ പോക്സോ കേസുകൾ വരുന്നുണ്ട്. സ്വാഭാവികമായും ഈ കാലഘട്ടത്തിൽ വരുന്ന പോക്സോ കേസുകളിലെല്ലാം തന്നെയും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകളാണുള്ളത്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിക്ക് പോലും ഇതിലെന്താണ് വെരിഫിക്കേഷൻ എന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല എന്നാണോ കരുതേണ്ടത്? എനിക്കിപ്പോൾ ഞാനൊരു പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജാണ്. എൻ്റെ ഒരു വെരിഫിക്കേഷന് വേണ്ടി ഞാൻ സീനിയർ ബെഞ്ച് ക്ലർക്കിനെ ഏൽപ്പിക്കുക. സീനിയർ ബെഞ്ച് ക്ലർക്ക് ആ മെമ്മറി കാർഡും കൊണ്ട് വീട്ടിൽ പോവുക, രാത്രി അദ്ദേഹം നോക്കുക, അയാളുടെ നോക്കിയ ഡിവൈസ് ഏതാണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു പരിശോധനയിൽ പോലും ഏതാണ് എന്ന് വ്യക്തതയില്ല. ആ ഡിവൈസ് പരിശോധിക്കപ്പെടുന്നില്ല. ഇതിലൊക്കെ എന്ത് സുരക്ഷയാണ് ഉള്ളത് സർ? ഒരു സുരക്ഷയില്ല ഇതിനകത്ത്. വളരെ ആ ഡാമേജ് എന്തൊക്കെ നടക്കാമോ അതെല്ലാം നടന്നു കഴിഞ്ഞതാണ്. ആ സഹോദരി, ആ പീഡിപ്പിക്കപ്പെട്ട ആ സഹോദരി അതിനെ വീണ്ടും വീണ്ടും പീഡിപ്പിക്കുകയല്ലേ ഇതിലൂടെ. അതാണ് നമ്മൾ കാണേണ്ടത്. ഈ ബെഞ്ച് ക്ലർക്കിന് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കാണിക്കാനും അയാളുടെ കുടുംബത്തെ കാണിക്കാനുള്ള സാധനമാണോ ഇത്? അയാൾക്ക് ഇത് കണ്ട് സൂഹിക്കാനോ രസിക്കാനോ ഉള്ള ഒരു കാര്യമല്ലത്. അയാളെയൊക്കെ സർവീസിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല ഇങ്ങനെയുള്ളവന്മാരെ. കാരണം ഇത് വളരെ വലിയ തെറ്റായ കാര്യമാണ് ചെയ്തേക്കുന്നത്. വീട്ടിൽ കൊണ്ടുപോയി പരിശോധിക്കുക. ആ വീട്ടിൽ കൊണ്ടുപോയി പരിശോധിക്കുന്നത്, എന്നിട്ട് ആ പരിശോധിച്ച എങ്ങനെ അയാൾ പരിശോധിച്ചു? അയാളുടെ മൊബൈൽ ഫോണിലിട്ട് പരിശോധിച്ചാണ്. ആ മൊബൈൽ ഫോൺ എന്നാൽ ഹാജരാക്കട്ടെ, അതില്ല, അത് കളഞ്ഞു പോയെന്നാണ്. ഇതിൽ മുഴുവൻ, കാരണം ഇതിൽ നിന്നൊക്കെ മുഴുവൻ ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് ഇതിൽ നിന്ന് പകർത്തിയെടുക്കാം, ആളുകൾക്ക് ഇതിൻ്റെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത്രത്തോളം വളരെ ഗുരുതരമായ ഒരു കാര്യം. ഒരു പോൺ വീഡിയോ ആണല്ലോ യഥാർത്ഥത്തിൽ അത്. ആ പോൺ വീഡിയോ യഥാർത്ഥത്തിൽ ആളുകൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് വലിയ ഒഫൻസാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇയാൾ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു ഒഫൻസാണ് അയാൾ കമ്മിറ്റ് ചെയ്തേക്കുന്നത്. കാരണം ഇത് ഇപ്പോൾ കോടതിയിലല്ല അയാൾ വെച്ച് പരിശോധിച്ചേക്കുന്നത്, അയാളുടെ വീട്ടിൽ കൊണ്ടുപോവാണ്. രാത്രി 10:58 മറ്റോ പരിശോധിച്ചതായിട്ടാണ് പറയുന്നത്. അത് ഇത്രത്തോളം ഈ ഓഡ് അവേഴ്സിൽ വീട്ടിൽ കൊണ്ടുവച്ച് ഇത് നല്ല കാര്യത്തിന് വേണ്ടിയല്ലല്ലോ ഇത് ഉപയോഗിച്ചേക്കുന്നത്. കാരണം ഇതിനെ ആ കുട്ടിയെ ഉപദ്രവിക്കുന്നത് വീണ്ടും വീണ്ടും കണ്ട് സൂഹിക്കണം. അതാണ് ഇവർക്കൊക്കെ വൈകല്യമുള്ള മനസ്സുള്ള ആളുകളെ ഇത് ചെയ്യുള്ളൂ. അപ്പോൾ ഉദാഹരണമായിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതുപോലെ ചെയ്തു, അത് കഴിഞ്ഞിട്ട് അത് സെഷൻസ് കോടതിയിലേക്ക് വരുന്നു. ജഡ്ജി പറഞ്ഞു ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഫോണിലിട്ട് നോക്കി, ആ ഫോൺ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് നശിപ്പിച്ചു പോയി അല്ലെങ്കിൽ കളഞ്ഞു പോയി എന്നൊക്കെ പറയുന്നത് പ്രഥമ ദൃഷ്ട്യാ തെളിവ് നശിപ്പിക്കലല്ലേ? സംശയമില്ലാത്ത കാര്യമാണ് നികേഷ്. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? അത് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെന്തോ എത്രയും വലിയ കോടീശ്വരനാണോ? അയാളുടെ ഫോൺ എവിടെ പോയെന്ന് അയാൾക്ക് അറിയാൻ വയ്യാത്തത്? അല്ലേ അങ്ങ് കളഞ്ഞു പോയെന്ന് പറയാൻ എളുപ്പമുള്ള കാര്യമല്ലേ ഫോൺ കളഞ്ഞു പോയെന്ന് പറയാൻ? കാരണം അത് റീകൺസ്ട്രക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാണ്, അതിനകത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാതിരിക്കാൻ വേണ്ടി തന്നെ പറയുന്ന കാര്യമാണ്. അതൊക്കെ തെളിവ് നശിപ്പിക്കുക 201 പരിധി വരും അത്.
കാരണം അയാളെ സ്ക്രീനിങ് ദ ലീഗൽ ഒഫൻഡർ ഫ്രം ലീഗൽ പണിഷ്മെൻറ്റ് അതിൻ്റെ പർവ്യൂവിൽ വരുന്നത് ഒരു ഒഫൻസ് അയാൾ കമ്മിറ്റ് ചെയ്തേക്കാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇത് അയാളെ ആര് പെർമിറ്റ് ചെയ്യുന്നു ഇത് എടുത്തുകൊണ്ട് പോകാൻ? അത് കോടതി സൂക്ഷിക്കേണ്ട കാര്യമാണ്. അതായത് സേഫ് കസ്റ്റഡി സൂക്ഷിക്കേണ്ട ഒരു സാധനം ഇതേപോലെ വീട്ടിലെടുത്തുകൊണ്ട് പോകും തോന്നിവാസം പോലെ. അതിനകത്ത് എന്ത് ചെയ്താലും മാനിപ്പുലേറ്റ് ചെയ്താലും അതുപോലെ എഡിറ്റ് ചെയ്താലും അതൊക്കെ പിന്നെ കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ വലിയ ബന്ധപ്പാടല്ലേ. ഇത് വെളിയിൽ കൊണ്ടുപോയി എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിവിടെ നടന്നേക്കുന്നതൊക്കെ. വളരെ 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 ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഇതിലുള്ളത്. ഇതൊന്നും മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ ഒന്നും എടുത്ത് കൊണ്ടു നടക്കാനോ വീട്ടിൽ കൊണ്ടുപോകാനോ ഉള്ള സാധനമല്ല. ഇതൊന്നും ഈ തൊണ്ടി മുതലായിട്ട് സൂക്ഷിക്കേണ്ട സാധനമാണ്. ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അത് മാത്രമോ ഈ കേസ് നശിപ്പിക്കുന്നത് മാത്രമാണോ ഇത്? ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇത് എത്ര പേര് കണ്ടു കാണും നികേഷ്? ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ആ പെൺകുട്ടിക്കുണ്ടായ ഒരു ദുരിതം വളരെ വലിയ കഷ്ടമാണ്, അതിനുണ്ടായ ഒരു കഷ്ടപ്പാട്. ആ ദുരിതം അത് കണ്ട് സൂഹിക്കാനായിട്ട് ഓരോരുത്തന്മാർ അത് കാണാൻ ഈ നാട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ളത്. ഈ പോൺ വീഡിയോസ് എല്ലാം അങ്ങനല്ലേ കാണുന്നേ. അപ്പോൾ അത് കാണാനുള്ള ഇടയുണ്ടാക്കി കൊടുക്കുന്ന ജുഡീഷ്യൽ ഓഫീസറിൽ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമല്ലേ. അതായത് വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് നമ്മൾ പറയുന്ന അതല്ലേ ഇവിടെ നടന്നേക്കുന്നത് ഈ കാര്യത്തിൽ. ഇതിന് കർശനമായ നടപടി വേണം. ഇതിനെക്കുറിച്ച് ശരിയായ അന്വേഷണം തന്നെ നടത്തണം. അല്ലാതെ ഇരുട്ടുകൊണ്ട് ഓട്ടം അടിക്കുന്ന പോലെ ഇതുപോലെ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതുപോലെ അങ്ങനെ ചെയ്തതാണ്, അവർക്ക് അങ്ങനെ തോന്നി, അങ്ങനെ കൊണ്ടു നടക്കാമെന്ന് തോന്നി, മജിസ്ട്രേറ്റിന് ഈ സാധനം കൊണ്ടു നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നി എന്നുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞ ആരുടെ ഇതൊക്കെ പറയുന്നത്? ജനങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുന്ന കാര്യമാണോ ഇതൊക്കെ? ഇത് ആളുകൾ എവിടെ വിശ്വസിച്ച് എന്ത് ചെയ്യും? ഈ അതിജീവിത ആ പെൺകുട്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ, ദുരിതം, അത് അത്രത്തോളം ബുദ്ധിമുട്ട് അത് അനുഭവിച്ചു. അത് വീണ്ടും പീഡിപ്പിക്കുന്നതിന് തുല്യമല്ല ഇതുപോലെ നാട്ടുകാർ മുഴുവൻ കാണുമ്പോൾ. ഇത് എത്ര പേരുടെ കാണുമെന്നറിയോ? ഇതെന്താ പുറത്തു വരാത്തത്? നികേഷ്, ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ സാധനം ഒരുപാട് പേരുടെ കാണും. ഇപ്പോൾ ഇത് പുറത്ത് വരാത്തത് ഇതിൻ്റെ ഇങ്ങനൊരു പ്രശ്നം നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പുറത്ത് വരാത്തത്. ഇല്ലെങ്കിൽ ഇതിപ്പോൾ വീണ്ടും എടുത്ത് അപ്ലോഡ് ചെയ്ത് ഇത് മുഴുവൻ എണ്ണത്തിലിട്ടേനെ. അപ്പോൾ അത് വരാത്തത് യൂട്യൂബിലൊക്കെ ഇപ്പോൾ വന്നേനെ. അത് വരാത്തതിൻ്റെ കാരണം ഈ നടപടി നടക്കുന്നതുകൊണ്ടാണ്. ഇത് ആളുകളുടെ ഇല്ലാത്തതുകൊണ്ടല്ല, ഇത് ഒരുപാട് പേരുടെ കാണും. കാരണം ഈ രീതിയിൽ കാണാനുള്ള സൗകര്യം ഉണ്ടായല്ലോ. ഇപ്പോൾ ഒരു ബെഞ്ച് ക്ലാർക്ക് കൊണ്ടുവച്ച് കാണുന്നു, അതുപോലെ വേറെ 2 ക്ലാർക്കന്മാരും കൂടെ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടേക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ തെറ്റാണ് ആ ചെയ്തേക്കുന്നത്. അപ്പോൾ അവർ എത്ര പേരെ വേറെ കാണിച്ചു കാണും? കാരണം ഇതിന് വലിയ മാർക്കറ്റ്. ഇന്നാരുടെ വീഡിയോ ഉണ്ട് കേട്ടോ, മറ്റേത് അയ്യോ അതൊന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ വലിയ ആളാകുകയാണ്. ഇവനെ അതേ ഉള്ളൂ അവൻ്റെ ധാരണ. പക്ഷേ അത് അൾട്ടിമേറ്റ്ലി ബാധിക്കുന്നത് ആരെയാണ്? ഈ പീഡിപ്പിക്ക പെൺകുട്ടിയല്ലേ. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ, അതായത് ഇത് അമ്മയും സഹോദരിമാരും ഉള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇതൊക്കെ? ഒരിക്കലും ചെയ്യുന്നതല്ല. പക്ഷേ അത്രത്തോളം വലിയ ദ്രോഹമാണ് ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന റിപ്പോർട്ടിൽ പറയുന്നു. ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അത് തെളിവിൻ്റെ കാര്യമാണ്. അതെ അത് തന്നെ. അതിന് മാത്രമല്ല, ആ റിപ്പോർട്ടെന്ന് പറയുന്നത് മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എവനെയൊക്കെ മൊഴിയും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ മൊഴി എന്താണെന്ന് നോക്കണം, അതുപോലെ ഈ ഉദ്യോഗസ്ഥരുടെ മൊഴി എന്താണെന്ന് നോക്കണം. ഇതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. ആ മൊഴി നോക്കിയതിന് ശേഷം അവനൊക്കെ തന്നെ കുഴി പിടിച്ചേക്കാണ് ഈ റിപ്പോർട്ടിനോടൊപ്പം ഉള്ള മൊഴികളെന്ന് പറയുന്നത്. അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ആ മൊഴി. എപ്പോഴും ആ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രീവിയസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ, ഒരു പ്രയർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വിലയുണ്ട് അതിന്. പക്ഷേ ഇത് നേരത്തെ പുറത്ത് വരേണ്ടതായിരുന്നു. കാരണം ഇതിനകത്ത് എവിഡൻസ് സ്റ്റേജിൽ ഇത് പുറത്ത് വന്നിരുന്നെങ്കിൽ ഇത് പ്രശ്നമായിരുന്നേനെ. കാര്യം ആ എവിഡൻസിനകത്തെല്ലാം ഇത് പ്രയർ സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് കൺഫ്രണ്ട് ചെയ്യാമായിരുന്നു സാക്ഷികളെ. അപ്പോൾ അതില്ലാതെ പോയി. അതും ഈ അതിജീവിതയ്ക്ക് നഷ്ടപ്പെട്ടേക്കുന്ന ഒരു അവസരമാണ്. എന്നേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഈ പരാതി അതിജീവിത ഉന്നയിച്ചിട്ടുള്ളത് ആർട്ടിക്കിൾ 14 പ്രകാരം അവരുടെ അവകാശം ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൽ ചില ജീവനക്കാരെ ബലിയാടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ആ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ കാണാവുന്നതാണ്. അവരുടെ ഫോണുകൾ നശിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ കാണാതാവുകയോ ചെയ്യുന്നു എന്നുള്ളത് തെളിവ് നശിപ്പിക്കലാണ്. അപ്പോൾ ഏത് പ്രതിയും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ജുഡീഷ്യൽ ഓഫീസർമാരും ഒപ്പം തന്നെ കോടതി ജീവനക്കാരും പറഞ്ഞിരിക്കുന്നത്. അവിടെ അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിജീവിതയുടെ ആംഗിളിൽ നിന്നാണല്ലോ സ്വാഭാവികമായിട്ടും ഒരു ടെലിവിഷൻ ചാനൽ എന്നുള്ള നിലയിൽ നോക്കേണ്ടത്. ഈ ദൃശ്യങ്ങൾ കോപ്പി ചെയ്ത് അവർക്ക് ഭാവി ജീവിതം ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിലാകുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്.
എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സിൽ സുപ്രസിദ്ധയായിട്ടുള്ള ഒരു നടിയാണ് ഈ നടി ആക്രമിച്ച കേസിലെ വിക്ടിം എന്ന് പറയുന്നത്. അവരെ ശാരീരികമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ആർക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, അതിൽ അന്വേഷണം നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണല്ലോ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ സഹായം തേടാമെന്ന് ഹൈക്കോടതി വിധിയിലുള്ളത്. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ സഹായം തേടിയിട്ടുമില്ല എന്നുള്ളതാണ്. എന്നാൽ വിചാരണയിലിരിക്കുന്ന നടി ആക്രമിച്ച കേസിനെ ബലപ്പെടുത്തുന്ന വിധത്തിൽ തെളിവുകൾ കൂട്ടിക്കുഴച്ചിട്ടുണ്ട് എന്ന് ഈ പരാതിയിൽ അതിജീവിത പറയുകയോ ഒക്കെ ചെയ്യുന്നു. അപ്പോൾ എൻ റിസൾട്ട് അതിജീവിതയ്ക്ക് ഗുണമല്ല ദോഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് പരിശോധിക്കുക എന്ന വളരെ ഉപരിപ്ലവമായ കാര്യം ചെയ്യുകയും എന്നാൽ 118 എന്ന നടിയാക്രമിച്ച കേസിലെ തെളിവുകൾ കൂട്ടിക്കുഴക്കുക വഴി ആ കേസിൽ പ്രതിഭാഗത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന പരാതിയാണ് അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സാർ, അതിനകത്ത് നമുക്ക് തെറ്റ് പറയാൻ പറ്റുന്നില്ല. അതിജീവിതയ്ക്കുണ്ടായ ആ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ അതിജീവിതയുടെ ഭാഗത്തു നിന്നുള്ള ആരോപണവും അത് തീർത്തും തെറ്റാണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ സംഭവവിശേഷമാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, അതായത് നികേഷ്, ഞാൻ പറഞ്ഞ ഒരു കാര്യം, അതായത് ഈ പറയുന്ന റിപ്പോർട്ടുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഒരു ജഡ്ജിക്ക് മാത്രം, ഒരു ജില്ലാ ജഡ്ജിക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റിപ്പോർട്ടല്ല. യഥാർത്ഥത്തിൽ ഒരു ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അതിനകത്ത് ആവശ്യമായിരുന്നു. ഇൻവെസ്റ്റിഗേറ്റിംഗ് മെഷീനറിയെ കൊണ്ട് തന്നെ അത് അന്വേഷിപ്പിക്കുകയും വേണം. എന്നിട്ട് ഇതിപ്പോൾ തന്നെ ജഡ്ജി തന്നെ റെക്കോർഡ് ചെയ്യുന്ന ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് റെക്കോർഡ് ചെയ്തേക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം ഇതിനോടൊപ്പം ഉള്ളത്. യഥാർത്ഥത്തിൽ അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ആരുടെ മുമ്പിൽ വെച്ചാണെന്നറിയോ? 164 അനുസരിച്ച് ഒരു മാജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ വെച്ച് വേണം ഈ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാൻ. ഇവരുടെയൊക്കെ മൊഴി, ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ മൊഴി എടുത്തത് ജുഡീഷ്യൽ ഓഫീസറെ ആണെങ്കിൽ പോലും ഒരു 164ൻ്റെ ആ പ്രിവ്യൂവിൽ കൊണ്ടുവന്നിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് ആ രീതിയിൽ അത് റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ, ഇത് നേരത്തെ വെളിയിൽ വന്നിരുന്നെങ്കിൽ ഈ മൊഴി എടുത്തു വെച്ചിട്ട് ഈ അതിജീവിതയ്ക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള സാക്ഷിയായിട്ട്, പ്രോസിക്യൂഷന് അവരുടെ ഭാഗത്തു നിന്നുള്ള സാക്ഷിയായിട്ട് ആളുകളെ ചേർത്തിട്ട് ഇത് വെച്ച് ഈ മൊഴി വെച്ച് കൺഫ്രണ്ട് ചെയ്യാമായിരുന്നു അവരെ. അത് ചെയ്യാനുള്ള ഒരു അവസരം പോലും അതിജീവിതയ്ക്ക് നിഷേധിക്കപ്പെട്ടതാണിപ്പോൾ. അതാണ് ഞാൻ ഈ പറയുന്നത് ഇതിനകത്ത്. ഇനി അത് പോട്ടെ, ഇതിപ്പോൾ മറ്റേ കേസുമായിട്ട്, അതായത് ഈ മെയിൻ കേസുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇത്. ഞാൻ പറഞ്ഞതുപോലെ ഞരമ്പ് രോഗികൾ കയറി കണ്ടേക്കുന്ന സാധനമാണ് ഇത്. പൊതുജനങ്ങളുടെ മുമ്പിൽ അത് കാണിച്ചതിന് തുല്യമാണിത്. ഇത് എന്ന് വെച്ചാൽ ഇത് പബ്ലിഷ് ചെയ്തേക്കാണ്, ഇത് പബ്ലിക്കേഷൻ പോലാണത്. ആ രീതിയാണ്. നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയുണ്ടോ ഇത്? അത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ആളുകളെ ആണ് ജുഡീഷ്യറിയിലുള്ളതെന്ന് പറയാൻ എനിക്ക് വലിയ നാണക്കേടുണ്ട് സത്യത്തിൽ, കേട്ടോ. പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വളരെ തെറ്റായിട്ടുള്ള കാര്യം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത് ജസ്റ്റിസ് കമാൽ പാഷ, ഇത് നേരത്തെ പുറത്തു വരേണ്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സാധ്യതകളുണ്ടായിരുന്നു എന്ന്. നമ്മൾ ഈ കേസിൻ്റെ നാൾവഴികളിൽ കണ്ടിട്ടുള്ളത് അനൂപ് എന്ന ദിലീപിൻ്റെ 8ാം പ്രതിയുടെ സഹോദരൻ്റെ ഫോണിൽ നിന്നും ഈ ദൃശ്യങ്ങളുടെ വെർബാറ്റിം കണ്ടെടുത്തിരുന്നു. ആ വെർബാറ്റിം കണ്ടെടുത്തത് അവർ പറഞ്ഞിരുന്നത് ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ എഴുതിയെടുത്തതാണ് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ എഴുതിയെടുക്കാൻ കഴിയുന്ന ഡീറ്റെയിലായി ആ സമയത്ത് അത് കണ്ടിരുന്നില്ല എന്നുള്ളതാണ് ആ സമയത്തുണ്ടായിരുന്ന APPയുടെ മൊഴി. അപ്പോൾ ഇവരുടെ കയ്യിൽ ദൃശ്യങ്ങളുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച തെളിവല്ലേ യഥാർത്ഥത്തിൽ ആ വെർബാറ്റിം എന്ന് വ്യക്തമാകുന്ന വിധത്തിലല്ലേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൊണ്ടുചെന്നെത്തിക്കുന്നത്? നികേഷ്, അത് ആ കേസിലെ തെളിവിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമാകുമ്പോൾ അത് ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യമായതുകൊണ്ടാണ് ഞാനത് ഒഴിയുന്നത്. അതായത് അതിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നത് ശരിയല്ല. അത് ബാക്കി എന്താ അതിൽ നടന്നേക്കുന്നതെന്നോ അതിലെ മൊഴിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇല്ലാത്തടത്തോളം കാലം നമുക്കതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഇതുപോലെ ഇവരുടെ കയ്യിൽ, ആളുകളുടെ കയ്യിലൊക്കെ ഈ സാധനം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവല്ലേ അത്? അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് എത്ര പേരുടെ കയ്യിൽ ഇത് കാണും നികേഷ്? ഈ സാധനം ഇപ്പോൾ ഒരുപാട് പേരുടെ കാണും. എന്നിട്ട് അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ തയ്യാറാക്കുന്ന പോലെ ഇത് എഴുതിയെടുത്ത് വെച്ചേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ഇത് ഒരുപാട് പേര് കണ്ടു എന്നുള്ളതിൻ്റെ തെളിവല്ലേ? അത് കോടതിയിൽ നിന്ന് കണ്ടെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കറിയില്ല അയാൾ അങ്ങനെ പറഞ്ഞു എന്ന്, മൊഴിയെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. പറഞ്ഞെങ്കിൽ അത് ഇതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് ഈ കോടതി ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അതിനകത്ത് ഇടപെട്ടേക്കുന്ന ആളുകൾ മുഴുവൻ, ആ കോടതി, അതായത് ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ആളുകൾ മുഴുവൻ അന്വേഷണ പരിധി വരുന്ന വിധത്തിലുള്ള ഒരു അന്വേഷണം തന്നെ വേണം. ആ അന്വേഷണത്തിലൂടെ മാത്രമേ ഇത് ഒരു നീതി നമുക്ക് കിട്ടുള്ളൂ. ഇനി അതിന് നീതിയൊന്നും കിട്ടാനില്ല.
ഞാൻ പറഞ്ഞില്ലേ, അതെ. ആഡിങ് ഇൻസൾട്ട് ടു ഇഞ്ചുറി എന്ന് പറഞ്ഞ പോലെ അതിനുണ്ടായേക്കുന്ന നഷ്ടം ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് നീതി കിട്ടാനൊന്നുമില്ല. അതിനപ്പുറത്തൊന്നും പക്ഷേ ഇനി വരാനിരിക്കുന്നവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം അവർ പോരാടുന്നുണ്ടാവുക സാർ. അതെ അതെ, ശരിയാണ്, അത് ശരിയാണ് നികേഷ്. കാരണം ഇനി വരാൻ പോകുന്നവർക്ക്, അതായത് ഇനി ഇതുപോലെ ഒരുപാട് പേർക്ക് ഇതുപോലെ ഉപദ്രവം ഉണ്ടാവാം നമ്മുടെ നാട്ടിൽ. അങ്ങനെ വരുന്ന ഉടനെ ഇതിന് നടപടി ഉണ്ടെങ്കിൽ മേലാൽ ഇത് ചെയ്യാൻ പാടില്ല, ചെയ്താൽ ഇത് അനുഭവിക്കും എന്നുള്ള ഒരു മെസ്സേജ് കിട്ടണമെങ്കിൽ ഇതിന് ശരിയായ നടപടി വേണം. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് നീതിയൊന്നും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താ, അതിന് വരുന്ന ഡാമേജ് മുഴുവൻ വന്നു കഴിഞ്ഞു. അത് വന്നു കഴിഞ്ഞിട്ട് ഇനി അത് നാട്ടുകാരെ കാണിക്കാനായിട്ട് ഇതുപോലെ എടുത്ത് വെച്ചേക്കാണ്. അതിനൊരു തടയിടാൻ, അത് ഒരുത്തനും പുറത്തെടുക്കരുത് ഈ സാധനം അവൻ്റെ കയ്യിലുള്ളത്. അത് ആ രീതിയിൽ അത് വേണമെന്നുണ്ടെങ്കിൽ കർശനമായ നടപടി വേണം. അതിൻ്റെ വിലാപം എന്ന് പറയുന്നത് അതിനു വേണ്ടി ആയിരിക്കാം ആ കുട്ടിയുടെ. അതെങ്കിലും കേൾക്കട്ടെ, കണ്ണ് തുറക്കട്ടെ ഈ ഉറങ്ങുന്ന ജുഡീഷ്യറി എന്നേ എനിക്ക് പറയാൻ പറ്റുന്നു. എനിക്കറിയാം താങ്കൾക്ക് പോകണം, തിരക്കുണ്ടെന്ന്. പക്ഷെ ഒരു ചോദ്യം കൂടി, സാങ്കേതികമായി ഇപ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജ് എന്നുള്ള നിലയിലാണ് അനിൽ വർഗീസിനെ ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ പരിഗണിക്കുന്ന മറ്റൊരു കേസാണ് നടിയെ ആക്രമിച്ച കേസ്. അതിൻ്റെ വിചാരണ ജഡ്ജ് കൂടിയാണ്. അതും ഇതും തമ്മിൽ എങ്ങനെയാണ് കൂട്ടിക്കുഴക്കുക? അത് സാങ്കേതികമായി സാധ്യമാണോ? അല്ല, അത് നികേഷ് നല്ല ശരിയായ ചോദ്യമാണ്. അതാ ഞാൻ പറഞ്ഞത്. അത് മറ്റേ കേസ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറൻ്റ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയാണ് അതുള്ളത്. അതിനെ തട്ടിക്കൊണ്ടുപോയി അതിനെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ആ കേസ്. ആ കേസിലെ ഫാക്ട്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഫാക്ട്സ് മാത്രമാണ് വരേണ്ടത്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ വീഡിയോ, അതായത് ഈ പറയുന്ന പോൺ വീഡിയോ നിർമ്മിച്ചെടുക്കുന്നത്, ഈ കുട്ടിയിൽ നിന്ന് അതിനെ പീഡിപ്പിച്ചെടുത്തേക്കുന്ന വീഡിയോ അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി, അത് പുറത്ത് കാണിക്കാൻ വേണ്ടി ഒരുപാട് പേരെ കണ്ടു, അത് ദുരുപയോഗം ചെയ്തു എന്നുള്ള ഒരു പുതിയ രീതിയിലുള്ള ഒരു കേസാണ്. ഇതിന് മറ്റേതുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ അത് ബന്ധപ്പെടാമായിരുന്ന ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞത്. കാരണം ഇതിന് സൈറ്റ് ചെയ്യാമായിരുന്നു, ഇതുപോലെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നും ഈ കോടതി ഉദ്യോഗസ്ഥർ മുഴുവൻ അതായത് ഇതിനെതിരായിരുന്നു എന്നുള്ളതും ആ ട്രയലിനകത്ത് കാണിക്കാൻ പറ്റിയ ഒരു അവസരം അതിന് നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതല്ലാതെ ഇതിൻ്റെ എവിഡൻസ്, അതായത് ഈ പറയുന്ന കാര്യത്തിലെ എവിഡൻസ് മറ്റേ കേസുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. അതുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. ഇവിടെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്ന ഘട്ടത്തിൽ പോലും അത് റിപ്പോർട്ട് ചെയ്യാൻ സെഷൻസ് ജഡ്ജ് തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഞാനാണ് സെഷൻസ് ജഡ്ജ്, എൻ്റെ കോടതിയിൽ വെച്ച് ഇത് അനധികൃതമായി ആക്സസ് ചെയ്യപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ എൻ്റെ മൊഴി എടുക്കണം. എൻ്റെ മൊഴി എടുക്കേണ്ട ഘട്ടത്തിൽ ഞാൻ തന്നെ ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് സാങ്കേതികമായി ശരിയാണോ? അപ്പോൾ അതിനകത്തൊരു കാര്യമുണ്ട് നികേഷ്. അങ്ങനെ നമ്മൾ സംശയിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു ജുഡീഷ്യൽ ഓഫീസറാണ്. ജുഡീഷ്യൽ ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ മുകളിൽ അതീതയായിരിക്കണം, അല്ലെ അതീതനായിരിക്കണം ഒരു ജുഡീഷ്യൽ ഓഫീസർ. അൺഫോർച്ചുനേറ്റ്ലി അല്ലാതാവുന്നു എന്നുള്ളത് നമ്മളിവിടെ കാണുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഹാഷ് വാല്യൂ ചേഞ്ച് ചെയ്തു എന്നുള്ളത് ചേഞ്ചായി, വ്യത്യാസപ്പെട്ടു, ഇതിനകത്ത് ആക്സസ് ഉണ്ടായി എന്ന് മനസ്സിലാക്കിയാൽ ഇമ്മീഡിയറ്റായിട്ട് ചെയ്യേണ്ടത് ആ കൺസേൺഡ് സെഷൻസ് ജഡ്ജ്, അതായത് ഇത് ഡീൽ ചെയ്യുന്ന ജഡ്ജി, അത് നിർബന്ധമായിട്ടും ഹൈക്കോടതി ഉടനടി ഇൻറ്റിമേറ്റ് ചെയ്യേണ്ടതായിരുന്നു. അതാണ് ചെയ്യേണ്ടത്. ചെയ്തിട്ട് അതിൻ്റെ നടപടിയിലേക്ക് പോകണം. ഇത് എങ്ങനെ ആക്സസ് ചെയ്തു എന്നുള്ളത് നോക്കണം. അല്ലാതെ അവരെ സംരക്ഷിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ പാടില്ല. കാരണം തെറ്റ് ചെയ്ത് കുറ്റം ആര് ചെയ്താലും ഒരുപോലാണ്, കുറ്റം തന്നെയാണ്. അത് ഇന്നാരായതുകൊണ്ടല്ലേ, കോടതി ജീവനക്കാരായതുകൊണ്ട് അതിൽ നിന്ന് അവർക്ക് ഒഴിവ് എന്ന് പറയുന്നതൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഉള്ള നിയമമല്ല. അപ്പോൾ അത് നിർബന്ധമായിട്ടും അറിയിച്ചില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയാണ്, വലിയ വീഴ്ചയുമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതായത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് അത് ഡൈവേർട്ട് ചെയ്തില്ല, ഇൻഫർമേഷൻ ഹൈക്കോടതിക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു തെറ്റാണ്, ഗുരുതരമായ തെറ്റാണ് ആ ചെയ്തേക്കുന്നത്. ഒറ്റ ചോദ്യം കൂടി സാർ, റിപ്പോർട്ട് റദ്ദാക്കണം, IG റാങ്കിൽ കുറയാത്ത ഓഫീസറുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണം, കോടതിയുടെ നിരീക്ഷണം വേണം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്ന് പറയുന്നത്, നോക്കൂ, ഇതിനകത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ജസ്റ്റിസ് ബാബുവിൻ്റെ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത് വേണമെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുടെ സഹായം തേടാമെന്നാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുടെ സഹായം തേടിയിട്ടില്ല. ഇപ്പോൾ ഇതിനകത്ത് മൊഴിയെടുത്തവർ പറയുന്നു, ഞാൻ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് വീട്ടിൽ കൊണ്ടുപോയി പരിശോധിച്ചത് എന്ന്. എന്നാൽ ജഡ്ജിയുടെ മൊഴി എടുത്തിട്ടില്ല. ഫോൺ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് തകർത്ത് കളഞ്ഞു എന്ന് പറയുന്നു. വേറൊരു ഘട്ടത്തിൽ അത് കളഞ്ഞുപോയി എന്ന് പറയുന്നു.
ആ നിലയിൽ തകർന്നു പോയതാണോ? അതിൻ്റെ IMEI നമ്പർ നോക്കിയാൽ അത് എത്ര കാലം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കളഞ്ഞുപോയി എന്നുള്ളതാണോ? ആ നിലയിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ സഹായം തേടിയിട്ടില്ല. അപ്പോൾ ഇതൊരു പൂർണ്ണമായ റിപ്പോർട്ടല്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? മൊഴിയെടുക്കേണ്ടവരുടെ മുഴുവൻ മൊഴിയെടുക്കാതിരിക്കുക, നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും സംഭവിക്കുക എന്ന് പറയുമ്പോൾ ആ നിലയിലൊരു പൂർണ്ണ റിപ്പോർട്ട് അല്ലെങ്കിൽ അതിജീവിതയെ സംബന്ധിച്ചിടത്തോളമുള്ള സാധ്യതകൾ എന്താണ്? അതിന് അതായത് ശരിയായ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ അതിനാവശ്യപ്പെടാം. അത് അതിൻ്റെ അവകാശമാണ്. അത് ആവശ്യപ്പെടാം. കാരണം ഇതിങ്ങനെ അങ്ങ് തമസ്കരിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. ഇതിപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഒരു ക്ലാർക്കിൻ്റെ അടുത്ത് ചോദിക്കുക, നിങ്ങളിത് കണ്ടത് എങ്ങനെയാണ്? നിങ്ങളിത് കാണാനിടയായി? ഞാൻ കണ്ടു. എവിടെ? വീട്ടിൽ കൊണ്ടുപോയി. എങ്ങനെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാനിടയായത്? ജഡ്ജി പറഞ്ഞാണ്. ഒരു ജഡ്ജിയും ഒരു ക്ലാർക്കിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ഒരു സാധനം എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കോമൺ സെൻസിന് എഗൻസ്റ്റാണ്. അങ്ങനെയുള്ള ആരും പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ആ ജഡ്ജിയെ എടുത്ത് കാണിച്ചിട്ട് ചോദിക്കണം, ഇങ്ങനൊരു മൊഴി വന്നിട്ടുണ്ട്, ദാണ്ട് ഇതുപോലെ അവർ പറയുന്നു, ഇങ്ങനെയാണ്, അത് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടുപോയേക്കുന്നത് പറയുന്നു, ശരിയാണോ എന്നുള്ളത് ചോദിക്കാനുള്ള ഒരു 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 കരുത്ത് ഈ എൻക്വയറി നടത്തിയ ഓഫീസർക്ക് ഉണ്ടാവണം. ഇല്ലെങ്കിൽ ആ എൻക്വയറി എന്ന് പറയുന്നത് ശരിയായൊരു എൻക്വയറി അല്ല. അവിടെ എന്തോ അന്വേഷണം പിന്നെ? അതായത് ഒരുത്തനിങ്ങനെ പറഞ്ഞേക്കുക, അത് ജഡ്ജി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. ഇത് പകർത്തിയെടുത്ത് വേറെ നാട്ടുകാർക്ക് കൊടുത്തിട്ട് പറയുക, അതും ജഡ്ജി പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഞാൻ ഇപ്പോൾ കേട്ടിച്ചാടിയാൽ മരിക്കും എന്നുള്ള അറിയാൻ വയ്യായിരുന്നു, അതുകൊണ്ട് ചാടിപ്പോയതാണ് എന്ന് പറയുന്ന പോലെ ഉള്ളൂ. അതായത് ഇത് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല എന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് കൊണ്ടുപോയി എന്നൊരു ജുഡീഷ്യൽ ഓഫീസർ പറഞ്ഞാട്ടാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അത് വളരെ ഗുരുതരമായ തെറ്റല്ലേ? അപ്പോൾ അത് ആ രീതിയിലുള്ള ഒരു അപ്പോൾ അന്വേഷണം ഒരു ശരിയായിട്ട് അത് മുഴുവനായിട്ട് അത് അന്വേഷിച്ചിട്ടില്ല. 100% ഒരു അന്വേഷണം അവിടെ വന്നിട്ടില്ല. ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ പൂർണ്ണമല്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അതിന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ സഹായം തേടാമായിരുന്നു. അത് തേടിയിട്ടില്ല. അത് തേടാത്തോളം കാലം ഈ ഉള്ള റിപ്പോർട്ട് മായ്ച്ചു കളയാൻ പറ്റത്തില്ല, ഇത് അവിടെ ഇരിക്കും. പക്ഷേ ഇതിനോട് ആഡഡായിട്ട് ഇത് വെച്ചുകൊണ്ട് തന്നെ ബാക്കി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇത് കണ്ടുപിടിക്കേണ്ട അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ജസ്റ്റിസ് കമാൽ പാഷ, വളരെ നന്ദി സഹകരിച്ചതിന്. അഡ്വക്കേറ്റ് TB മിനി, അതിജീവിതയുടെ മൊഴി എടുത്തില്ല എന്നതു മുതലുള്ള ഒരുപക്ഷെ ഈ റിപ്പോർട്ടിന് സമഗ്ര സ്വഭാവമില്ല എന്ന് കാണിക്കുന്നതും, റിപ്പോർട്ട് ഒരുപക്ഷെ 118 എന്ന നടിയെ ആക്രമിച്ച കേസ് എന്ന മുഖ്യ കേസിനെ കൂട്ടിക്കുഴക്കുന്നത്, അതിലൂടെ പ്രതിയെ സഹായിക്കുന്ന അടക്കമുള്ള നിരവധി പരാതികളാണ് ഈ വിഷയത്തിൽ അതിജീവിത ഉന്നയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ എന്ത് റിലീഫാണ് തേടുന്നത്? ഇതിൽ ഈ കേസ് റിട്ട് പെറ്റീഷൻ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുവദിച്ചതാണ്. വളരെ വ്യക്തമായി സുവ്യക്തമായി പോലീസിൻ്റെ സഹായം തേടാമെന്ന് പറയുന്നതും പെറ്റീഷണർക്ക് അവരുടെ റിട്ടേൺ സബ്മിഷൻസ് കൊടുക്കാമെന്ന് പറയുന്നതും, പിന്നെ ആരെങ്കിലും കണ്ടെത്തിയാൽ അത് നികേഷ് ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലാത്ത പോയിന്റാന്ന് എനിക്ക് തോന്നുന്നു. ആരെങ്കിലും കണ്ടെത്തിയാൽ ഫാക്ട് ഫൈൻഡിങ് എൻക്വയറിയിൽ ആരെങ്കിലും കണ്ടെത്തിയാൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാമെന്നും പറയുന്നതാണ് ആ ജഡ്ജ്മെന്റ് ഡയറക്ഷൻ. അതൊന്നും പരിശോധിച്ചിട്ടില്ല. ഇതിൽ ഇപ്പോൾ ഒരു കാര്യം സമ്മതിച്ചല്ലോ, നികേഷ് റിപ്പോർട്ടർ ചാനൽ എത്ര കണ്ടംപ്റ്റ് കേസിലായി. നികേഷ് ഈ വാർത്ത റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനടക്കം ചർച്ച ചെയ്യുകയും ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു സംഭവമുണ്ട്, അത് സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ഫാക്റ്റ് വന്നാൽ പിന്നെ CRPC അനുസരിച്ചുള്ള നടപടികൾ എടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മാത്രമാണ്. ഈ രാജ്യത്തെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സിസ്റ്റം ആണ് ഏറ്റവും നല്ല രീതിയിൽ കുറ്റവാളികളെ കണ്ടെത്തുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമുക്ക് കോടതിയിലിരിക്കുന്ന ജഡ്ജിമാർക്കും കേസ് നടത്തുന്ന വക്കീലന്മാർക്കും ഒക്കെ ഈ ഇൻവെസ്റ്റിഗേഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം പരിമിതി, അതിൻ്റെ അറിവ് തന്നെ വളരെ കുറവാണ്. അതേസമയം ഇൻവെസ്റ്റിഗേഷൻ നടത്തി ആ റിപ്പോർട്ട് ഫയൽ ചെയ്യുമ്പോഴാണ്
ജഡ്ജിക്കും വക്കീലിനൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ കോടതികളും പറയുന്നത് ഇൻവെസ്റ്റിഗേഷനിൽ ഒരു കോടതിയും ഇടപെടാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താതെ എന്തായാലും ഒരു ഡിവൈസിലിട്ട് മെമ്മറി കാർഡ് കണ്ടു എന്നത് സമ്മതിച്ചല്ലോ. ഞാൻ സമ്മതിക്കാണ്, ഞാൻ കുറ്റം സമ്മതിച്ച്. നികേഷ് കണ്ടംപ്റ്റ് ചെയ്തെന്ന് കൂട്ടിക്കയറുന്നത് ഞാൻ കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ നികേഷ് അകത്താണല്ലേ. ഇവിടെ ഒരാൾ പറയാണ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ഉടനെ നടപടി വേണ്ടേ? ക്രൈമാണ് ചെയ്തിരിക്കുന്നത്, ആ ക്രൈമിന് അപ്പം നടപടി വേണം. പക്ഷെ പറയണത് 118-ന്റെ നടപടികൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ നടപടി എടുക്കാം, അതുകൊണ്ട് വേറെ നടപടികളൊന്നും പാടില്ല എന്നും പറഞ്ഞ് ഹൈക്കോടതി ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നതിന് പകരം ജില്ലാ ജഡ്ജി ഹൈക്കോടതിക്ക് ഒരു റെക്കമെൻഡേഷൻ കൊടുക്കുകയാണ്. ഈ നാട്ടിൽ നടക്കുന്ന കാര്യം ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ അത് നടക്കൂ? അങ്ങനെ എല്ലാവരും പൊട്ടന്മാരാക്കാൻ നമുക്ക് പറ്റില്ല എല്ലാ കാലത്തും. ഞാനൊക്കെ നികേഷിനറിയാലോ, എത്ര ദിവസങ്ങളായി നിങ്ങളാരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ്, ഞാൻ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലും പോകുന്നില്ല. അത്രയും നമ്മൾ ഡീപ്ലി ഇതിൽ കിടക്കണം. അപ്പോൾ ഒരു വിവരമില്ലാത്ത ആളുകളല്ല നമുക്ക് ചുറ്റുമെന്നും കൂടി കണക്കാക്കണം. പിന്നെ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം എത്ര വലിയ സിസ്റ്റമാണിത്. ഏറ്റവും താഴെയിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചാലും, ഒരു കോടതി തെറ്റ് സംഭവിച്ചാലും നമുക്ക് അടുത്ത കോടതികളിലേക്ക് പോകാനായിട്ടുള്ള സ്പേസ് കിടക്കുന്ന ഒരു സിസ്റ്റമാണിത്. പ്രാഥമിക അറിവ്, കോമൺ സെൻസ് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരും വിചാരിക്കുന്നുണ്ടാവും. ഞാൻ അവിടെ പോയി കട്ടു എന്ന് ഒരാളോട് പറഞ്ഞാൽ ആ കട്ട മുതൽ കണ്ടുപിടിക്കണം. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് വേണ്ടത് ഒരു FIR രജിസ്റ്റർ ചെയ്യണം. FIR രജിസ്റ്റർ ചെയ്താൽ കോടതിക്കൊന്നും പോയിട്ട് FIR രജിസ്റ്റർ ചെയ്താൽ ഈ സാധനങ്ങൾ കണ്ടുപിടിക്കാനോ ഈ പ്രതിനെ കൊണ്ടുപോയി പ്രതി തെളിയിച്ച ആനയിച്ച വഴി കൂടെ പോയി ഈ MOs കണ്ടുപിടിക്കാനോ നടന്ന സ്ഥലം കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. തീർച്ചയായിട്ടും CRPC പ്രകാരം ഇത്തരത്തിലുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ വേണം. അവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് കൃത്യമായി പറഞ്ഞിരുന്നു. ഞങ്ങൾ ഈ കേസിൽ തന്നെ പറയാനുള്ള കാരണം അതാണ്. കാരണം കോടതി പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ജില്ലാ ജഡ്ജി ഇപ്പൊ അന്വേഷിച്ചു, കുറ്റവാളികളെയും കണ്ടെത്തിയാൽ പിന്നെ അവരെ വെറുതെ വഴിക്ക് വിടാനാണ് നമ്മളിത് കണ്ടെത്തണത്. ഞങ്ങൾക്കൊരു കേസില്ലേ, ഈ പെൺകുട്ടിക്കൊരു കേസില്ലേ, ആ പെൺകുട്ടിയുടെ ഈ സെക്ഷൽ അസൾട്ടിന്റെ ചിത്രങ്ങൾ വീഡിയോയിലാക്കി, ആ വീഡിയോ മെമ്മറി കാർഡാക്കി, ആ മെമ്മറി കാർഡ് ആ കുട്ടിയെ എന്താ പറയുക മാനഭംഗപ്പെടുത്താനും അവരുടെ മൊറയിലെ തകർക്കാനും വേണ്ടി 8ാം പ്രതി എന്ന് പറയുന്ന ആൾ ചെയ്തു എന്ന് പറയുന്നതാണല്ലോ ഫസ്റ്റ് കേസ്. അതേ സെയിം സാധനം തന്നെയല്ലേ ഈ ജുഡീഷ്യൽ സംവിധാനത്തിലിരിക്കുന്ന ഈ ക്ലർക്കുമാർ ചെയ്തത്? അതെന്താ അച്ഛൻ റേപ്പ് ചെയ്ത കുഴപ്പമില്ല എന്നാണോ? അല്ല, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് അഡ്വക്കേറ്റ് ടി. തുടരുക. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഒന്നിനു പുറകെ ഒന്നായി നീതി നിഷേധിക്കാം. എന്നെ ഈ എൻക്വയറിയിൽ പങ്കെടുപ്പിച്ചില്ല, എന്നെ മീൻസ് അതിജീവിതയെ അവരെ കേട്ടില്ല. ഞാൻ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പെറ്റീഷൻ കൊടുത്തു, അത് അനുവദിച്ചില്ല. എനിക്ക് എൻക്വയറി റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞു, അത് അനുവദിച്ചില്ല. ഞാൻ ഹൈക്കോടതി പോകേണ്ടി വന്നു. ഇപ്പോ സ്റ്റേറ്റ്മെന്റ് തരണം എന്ന് പറഞ്ഞു, അതും തന്നില്ല. ഞാൻ അതിൽ പറയുന്നത് അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ അതോറിറ്റിയാണ്, അതിനെനിക്ക് അപ്പീൽ പോകാനുള്ള റൈറ്റുമുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതെന്തോലും കോസ്റ്റ്ലി ആണെന്ന്. ഈ കുട്ടിനെ പിന്നെയും 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 നീതി നിഷേധിക്കുന്ന ഈ രീതി അത് ഒരിക്കലും നമുക്ക് സമ്മതിക്കാൻ പറ്റുന്ന രീതിയല്ല. ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് അത് റിജക്ട് ചെയ്യുമ്പോൾ വീണ്ടും ഹൈക്കോടതി പോവാം, സീനിയർ അഭിഭാഷകനെ കൊണ്ടുവരേണ്ടി വരിക. അവർക്ക് ലക്ഷങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഒരു വിക്ടിം, ആ വിക്ടിമിനെ കൊണ്ട് കാശും കൂടി ചെലവഴിക്കുകയാണ് നിങ്ങൾ. അവള് നടന്ന് നരകിക്കട്ടെ എന്ന് കരുതി ആ ഇന്റൻഷനോട് കൂടി ചെയ്ത ഒരു ക്രൈമിന്റെ തുടർച്ച ഒരു ജുഡീഷ്യൽ സംവിധാനത്തിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വേദനാജനകമാണ് കേരള സൊസൈറ്റിയെ സംബന്ധിച്ച്. അത് ആ കുട്ടിയുടെ വേദനയല്ല,
ഞാനും താനും അടങ്ങുന്ന ഈ സൊസൈറ്റിയുടെ ടോട്ടൽ വേദനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. നല്ല പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് ചൂട് ഇപ്പോഴേ അറിഞ്ഞേനെ. ഞാൻ അതേ പറയാം, ഇത് തോന്നിവാസമാണ് ചെയ്യണത്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് മിനി അത് വളരെ വ്യക്തവും ലളിതവുമായ ഭാഷയിൽ പറഞ്ഞു തന്നിരിക്കുന്നു. എന്താണ് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ കൂട്ടിച്ചേർക്കുക? തുടക്കം മുതലേ ഞാൻ പറയണതാണ്, സംസാരിക്കുന്ന നമ്മൾക്ക് നേരെ കണ്ടംപ്റ്റ് കേസുകൾ എടുക്കുകയോ ഭീഷണികൾ വരികയോ മാത്രം ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മളെപ്പോലെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം എനിക്കെതിരെ 5 കേസുണ്ട് മാഡം, ഒരു കണ്ടംപ്റ്റ് അടക്കം 6 കേസ് സംഭവിച്ചിട്ടാണ്. അതെ, അതായത് ഒരു നീതി നിഷേധം സംഭവിക്കുമ്പോഴാണ് നമ്മൾ കോടതിയെ സമീപിക്കുന്നത്. ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു റൈറ്റും കൂടിയാണ്. കേവലം ഒരു എന്താ പറയുക, ഒരു അതിക്രമം മാത്രമല്ല അവരുടെ നേരെ നടന്നിട്ടുള്ളത്. അവരുടെ ജീവിക്കാനുള്ള എല്ലാവിധ സാധ്യതകളെയും കൂടി ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു അതിക്രമമാണ്. ഒരു നടിയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ് അവരുടെ പൊട്ടൻഷ്യൽ എന്താണ്, അവരെന്താണ് അവരുടെ ജീവിതത്തിന് വേണ്ടത്, അതെല്ലാം തകർത്ത് കളയുന്ന രീതിയിലാണ് ആ ക്രൈം ആസൂത്രണം ചെയ്തത്. കാരണം അതുകൊണ്ടാണല്ലോ ക്രൈം ചെയ്യുന്ന വീഡിയോ എടുക്കൽ പോലും ഇവിടെ ഒരു ക്രൈമാണ്. കാരണം അങ്ങനെയാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ എടുത്ത ആ ഒരു മെമ്മറി കാർഡ് അത് സൂക്ഷിച്ചത്, അത് എത്രത്തോളം ഗൗരവമുള്ളതാണ്. ശരിയാണ്, അതിൻ്റെ മിറർ ഇമേജൊക്കെ നമ്മൾ എടുത്തു, ഇതൊക്കെ ഒരു ഭാഗത്ത് ശരിയാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുന്നത് കേസ് വിജയിക്കും അല്ലെങ്കിൽ വിജയിക്കില്ല, അതിൻ്റെ എവിഡൻഷ്യറി വാല്യൂ ചോർന്ന് പോവില്ലയോ, ശിക്ഷിക്കപ്പെടുമോ പ്രതികൾ ഇല്ലയോ എന്നുള്ള സംഗതിയാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഈ സിസ്റ്റം, ഈ ജുഡീഷ്യൽ സിസ്റ്റം, ഇത് അതിജീവിത ആയിട്ടുള്ള ഈ കേസിൽ അതിജീവിതയായ നടിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇത് അവിടെ പോയി കേസ് നടത്തി ജീവിക്കുന്ന എന്നെപ്പോലെയുള്ള അഭിഭാഷകർക്ക് മാത്രമുള്ളതല്ല. ഈ ഇന്ത്യയിലെ, അറ്റ്ലീസ്റ്റ് കേരളത്തിലെ ഓരോ മനുഷ്യനും അവനവൻ്റെ നേരെ നീതി നിഷേധം ഉണ്ടാകുമ്പോൾ ആശ്രയിക്കുന്ന സ്ഥലമാണ്. നമ്മളവിടെ നമ്മളുടെ ഓരോ സംഗതികളും, തൊണ്ടി മുതലുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ എല്ലാം അവിടെ നിന്ന് എടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ നേരെ ഒരു ഹറാസ്മെൻറ്റ് ഉണ്ടായാൽ എൻ്റെ ഫോണും കൊണ്ട് ചെന്നതിന് അപ്പോൾ തന്നെ പോലീസ് എൻ്റെ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. പ്രതിയെ അന്വേഷിക്കില്ല, പ്രതിയുടെ ഫോൺ പ്രതിയെ ഹാജരാക്കില്ല, പ്രതിയെ കിട്ടൂല, ഒന്നുമില്ല. എന്നാൽ നമ്മളുടെ എല്ലാ സംഗതികളും അവരെ മുന്നിൽ വയ്ക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്രൈവസി ഉണ്ടാകും. ഈ കേസിൽ വളരെ ക്ലിയറാണ് പ്രൈവസി ഉള്ളത്. ഇനി മുതൽ എങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിലോ നമുക്ക് യാതൊരു വിശ്വാസമില്ലാത്ത അവസ്ഥയിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ബന്ധവസ്ഥയിൽ എടുത്ത വഴിക്ക് കോടതിയിലേക്ക് എത്തിക്കണം. ഇതേ കേസിൽ തന്നെയാണ് ജസ്റ്റിസ് ഖാൻവിൽക്കറിന്റെ വളരെ വിശദമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം അടങ്ങിയിട്ടുള്ള ജഡ്ജ്മെന്റ് വന്നത്. അതൊന്നും വെള്ളത്തിൽ വരച്ചതുപോലെ ഞാൻ വരുന്നത് അതിലേക്കാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഗതിയിൽ നിന്ന് ഇത് ചോർച്ചയുണ്ടാകുന്നു, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പലരും ഇത് കാണുന്നു, അല്ലെങ്കിൽ പല രീതിയിലേക്ക് നമ്മുടെ ലൈഫ് പോകുന്നു പറയുമ്പോൾ ഒരു കോടതി ഇടപെട്ട് കൃത്യമായി പറയുകയാണ്, ഒരു മാർഗനിർദ്ദേശം വേണം. കാരണം ഈ ഡോക്യുമെൻറ്റ്സ് അഥവാ ഇപ്പോഴത്തെ കാലത്തെ പുതിയ ഇലക്ട്രോണിക് ഡിവൈസുകളിൽ നിന്ന് കിട്ടുന്ന ഈ തെളിവുകൾ എങ്ങനെ സൂക്ഷിക്കണം എന്നതിനെക്കുറിച്ച് ലോകം മുഴുവൻ പ്രോട്ടോക്കോളുണ്ട്. അതുകൊണ്ട് ഇവിടെയും ഒരു പ്രോട്ടോക്കോളും കൃത്യമായ നിയമം വേണം. മാത്രമല്ല നികേഷ് സാർ, എനിക്ക് പറയാനുള്ള സംഗതി, ഈ സംഗതികളെ ടാമ്പർ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട ശിക്ഷയും കൂടി അതും കൂടി ഒന്ന് മാറ്റിപ്പണിയേണ്ടതുണ്ട്. കാരണം ഇവിടെ നമ്മുടെ IT ആക്ട് വളരെ എന്താ പറയുക, മോശം അവസ്ഥയിലാണ്. 2000 ഉണ്ടാക്കിയിട്ടുള്ള IT ആക്ട്, ഈ IT ആക്ട് ഉണ്ടാക്കിയത് ട്രേഡ് ആൻഡ് കോമേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ്, ഇ കൊമേഴ്സിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് മനുഷ്യരുടെ നേരെ നടക്കുന്ന ഒഫൻസുകളെ അഡ്രസ്സ് ചെയ്യാനല്ല. ഓഫ് കോഴ്സ് അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒഫൻസുകളെ അഡ്രസ്സ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് നല്ലൊരു IT ആക്ട് ഇല്ല. നമ്മുടെ നേരെ നടത്തുന്ന ഈ ഇൻ്റർനെറ്റ് വഴിയുള്ള അല്ലെങ്കിൽ ഇത്തരം ഡിവൈസുകൾ വഴിയുള്ള ഉപദ്രവങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു IT ആക്ട് ഇല്ല. ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി വന്നായിരിക്കും നമ്മൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. ഇതിനൊന്നും അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള നിയമം പോലും ഇല്ല. ഈ സ്ഥലങ്ങളിലൊക്കെ ലാക്കുണയുണ്ട്, വൈക്കമുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും നിലവിലെ സിസ്റ്റം വെച്ച് നമുക്ക് കൃത്യമായി തന്നെ പ്രതിയെ പിടിക്കാൻ കഴിയുന്ന ഒരു വലിയ എഫേർട്ട് നമ്മൾ എടുക്കുകയും അതിനുവേണ്ടി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സും ഫോറൻസിക് ലാബുകളൊക്കെ നമ്മളുടെ കൂടെ നിന്നു, വിദഗ്ധരും മറ്റാൾക്കാരും. അങ്ങനെ ഇരിക്കുന്ന ഈ സംഗതി പൊതുജനങ്ങളും മറ്റ് എക്സ്പേർട്സ് എല്ലാവരും നീതിയിലേക്ക് ഈ കുട്ടിയെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് എന്താണ് ഈ ജുഡീഷ്യറി ചെയ്തത്? ചങ്ങലയ്ക്ക് നമുക്ക് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലയ്ക്ക് ഇടാം, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ. ഇവരെ എന്ത് ചെയ്യും? നമ്മളെ സംരക്ഷിക്കേണ്ടുന്ന ഈ ജഡ്ജസ്, അല്ലെങ്കിൽ ഇനി ജഡ്ജല്ല അത്രേ, ജഡ്ജിൻ്റെ നിന്ന് മൊഴിയെടുത്തില്ല, ജസ്റ്റിസുമാരുടെ നിന്ന് മൊഴിയെടുക്കാൻ പറ്റില്ലല്ലോ, പെട്ടെന്നൊന്നും മൊഴിയെടുത്തിട്ടില്ല. വൈക്കേരിയസ് ലൈബിലിറ്റി എന്ന് പറഞ്ഞ സംഗതിയുണ്ട്.
എൻ്റെ വീട്ടിൽ എൻ്റെ അതോറിറ്റിയിൽ ഇരിക്കുന്ന സാധനങ്ങൾ, അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ, അവിടുത്തെ ആളുകളെ ഞാൻ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഏൽപ്പിച്ചു. പ്യൂണാണ് കൊണ്ടുപോയി പൂട്ടിയത്. എന്നിട്ട് താക്കോൽ അവിടെ കൊണ്ട് മേശയിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെയും താക്കോൽ എടുത്തുകൊണ്ടുപോയി പ്യൂണ് അത് തുറന്നു നോക്കി എന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല പ്യൂണാണെന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? എനിക്കും ഉത്തരവാദിത്തമുണ്ട് അവിടെ. ഇത്രയും സമയമായി ഓണറബിൾ ജസ്റ്റിസിൻ്റെ മറുപടി വന്നിട്ടില്ല. വേണ്ടേ? ഹൈക്കോർട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ വേണ്ടേ? വിജിലൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലേ ഇവിടെ, ഹൈക്കോർട്ട് വിജിലൻസ്? ഇവർക്കൊന്നും നമ്മളുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾക്ക് നീതി നിഷേധങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവനക്കാർ ചെയ്യും, ഞങ്ങളുടെ കോടതിയിൽ ഇതൊക്കെ സംഭവിക്കും. ഇപ്പോൾ നേരത്തെ റിട്ടയർഡ് ജസ്റ്റിസ് സംസാരിച്ച് പോയി, അദ്ദേഹത്തിൻ്റെ കോടതിയിൽ കണ്ടിട്ടേ ഇല്ലയെന്ന്. നമുക്കറിയാം കൊല്ലാൻ ഉപയോഗിച്ച കത്തി മാറ്റിയ കഥയും പല പല സാധനങ്ങൾ മണ്ണെണ്ണയൊക്കെ മാറ്റണതും മറ്റതൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടൊക്കെ ഉണ്ട്. ലോവർ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകർ ഇഷ്ടംപോലെ ഇങ്ങനത്തെ സാധനങ്ങൾ മാറ്റുന്നത് കണ്ടിട്ടുണ്ട്. സിനിമയിൽ മാത്രമൊന്നുമല്ല, സിനിമയിൽ നടക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് എടുക്കുന്നതാണല്ലോ. ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരുടെയും കറപ്ഷൻ ഉണ്ട്. പക്ഷേ ഈ കറപ്ഷൻ്റെ ലെവലിൽ മനുഷ്യൻ എത്രത്തോളം കറപ്റ്റഡ് ആവാം. ഒരാളെ പിന്നെ കോടതിയുടെ ഉള്ളിൽ വെച്ചിട്ട് പിന്നെയും കൊല്ലുക, കോടതിയിൽ തന്നെ അവിടെ നിന്ന് കൊല്ലുക. ഈ സ്ത്രീയുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ, ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമ്മൾ എന്ത് നീതി വാങ്ങിച്ചു തരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് ഇനി ആളുകളെ കോടതിയിലേക്ക് ക്ഷണിക്കേണ്ടത്? നിങ്ങൾ വരൂ, നിങ്ങൾക്ക് നീതി വാങ്ങിച്ചു തരാൻ പറ്റും, ഇവിടെ ഇന്ത്യൻ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എല്ലാവരും കാണിക്കണം. ഇത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള പ്രബലമായിട്ടുള്ള ഒരു നടി, ഇത്രയധികം സിനിമകൾ ചെയ്ത ഒരു നടിക്ക് ഇതാണ് സംഭവിച്ചെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള പാവം മനുഷ്യർ എന്ത് പറയാനാണ് മാഡം? എന്ത് നീതിയെ നിങ്ങൾക്ക് വാങ്ങിത്തരാൻ പറ്റുക? നിങ്ങൾ അവർക്കൊക്കെ വേണ്ടി സംസാരിക്കുന്ന ആളല്ലേ, നിങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റി? ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ നിസ്സഹാരമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. വളരെയധികം വേദന മാത്രമല്ല, അമർഷവും പ്രതിഷേധവും ഒക്കെ ഉണ്ട്. ശ്രീ പ്രകാശ് ബാരെ, അതിജീവിതയ്ക്ക് ഇപ്പോഴും നീതി കിട്ടുന്നില്ല എന്നുള്ളത് നേരത്തെ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വേദനാജനകമാണ്, പ്രതിഷേധാർഹമാണ്. നമുക്കൊക്കെ തന്നെയും ഉള്ളിൽ രോഷം പുകയുന്നുണ്ട്. ഇതിനുവേണ്ടി ഇതിൻ്റെ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഈ കാര്യങ്ങളിലെല്ലാം തന്നെയും അവസാന ഘട്ടത്തിൽ പോലും നീതി ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ തന്നെ ഈ തരത്തിലുള്ള കള്ളക്കളി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ 118ൻ്റെ ഗതി എന്താണെന്ന് നമുക്ക് ജുഡീഷ്യറിയെ നേരത്തെ പ്രവചിക്കാനാകില്ല. എങ്കിൽ പോലും നീതി ഉണ്ടാകുന്നില്ല എന്ന്, നീതി കിട്ടേണ്ട ഇടത്തു നിന്ന് എന്നുള്ളത് എന്താണ് താങ്കളുടെ മനസ്സിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾ? അതുതന്നെയാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം. നമ്മളൊക്കെ ഭയപ്പെട്ടതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്ന് ഇപ്പൊ വളരെ വ്യക്തമായല്ലോ. കാരണം ഒന്ന് ഓർത്തു നോക്കിക്കഴിഞ്ഞാൽ ബാലചന്ദ്രകുമാറാണ് ഒറിജിനലി 8ാം പ്രതിയുടെ വീട്ടിൽ വെച്ച് ഈ കണ്ടന്റ് അവര് മോഡിഫൈ ചെയ്ത്, അല്ലെങ്കിൽ അതിന് ശബ്ദമൊക്കെ കൂട്ടിയിട്ട് അവിടെ നിന്ന് കാണുകയും അതിനെപ്പറ്റി അഭിപ്രായം പറയുകയൊക്കെ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് തന്നെ അത് അലിജ് ചെയ്തതാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എവിടുന്നാണ് ഈ കോപ്പി കിട്ടുന്നതെന്ന് നമ്മളൊക്കെ അന്നേരം ആകുലപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ജഡ്ജിന്റെ കയ്യിൽ ഭദ്രമായി കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുന്ന ഈ സംഭവം ഇത്തരത്തിൽ പുറത്തു പോയി കാണാൻ സാധ്യതയുണ്ടോ? അന്നേരം തന്നെ അവർക്ക് ആ ചോദ്യം അവരുടെ മുന്നിൽ വരേണ്ടതാണ്. അത് വന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ FSL വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തു. പല തവണ പല സമയത്ത് അസമയത്ത് പല കോടതികളിൽ വെച്ച് ഇത് ആക്സസ് ചെയ്യപ്പെട്ടു. അപ്പോഴും അവരുടെ ധാർമ്മിക ബോധം ഇത് അന്വേഷിക്കണം, ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് അവർക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ടർ ചാനലും ഇതുപോലുള്ള അനവധി പേരും ഈ ആവശ്യം ഉയർത്തിയിട്ടും അതൊന്നും സമൂഹത്തിന്റെ ഈ നിലവിളിയൊന്നും അവരുടെ ചെവിയിൽ പെട്ടിട്ടില്ല. അവസാനം ഈ സർവൈവർ എന്ന് പറഞ്ഞാൽ എന്തൊരു ധൈര്യത്തിലും എന്തൊരു ഫൈറ്റിംഗ് സ്പിരിറ്റോടു കൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് വേണ്ടിയല്ല. ഇപ്പൊ തോൽക്കുന്നതും അവരല്ല, ഇനി സമൂഹമാണ് തോറ്റുകൊണ്ടിരിക്കുന്നത്. അവർ ജയിച്ചു കഴിഞ്ഞു. അവർക്ക് ഇനി ഈ വീഡിയോ ലീക്കായി കഴിഞ്ഞാലും ഇതൊരു പോൺ വീഡിയോ അല്ല, ഇതൊരു വയലൻസിന്റെ വീഡിയോ ആണ്. അത് കണ്ട് ആസ്വദിക്കാൻ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അത് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും മനുഷ്യരല്ല. അത്തരത്തിലുള്ള ആ കണ്ടന്റ് ലീക്കാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തോൽക്കുന്നത് നമ്മളാണ്, സൊസൈറ്റിയാണ്, ഇവിടുത്തെ സിസ്റ്റമാണ്. അത് കഴിഞ്ഞിട്ടൊരു ഹൈക്കോർട്ട് വേണ്ടി വന്നു, കൈപിടിച്ച് നിർബന്ധിച്ച് ഗത്യന്തരമില്ലാതെ പാതി മനസ്സോടെ ഹാഫ് ഹാർട്ടഡ്ലി ആണ് ഈ അന്വേഷണം ചെയ്തതെന്ന് ഈ റിപ്പോർട്ട് കണ്ടാൽ അറിയാം. എന്തിനു വേണ്ടിയാണ്? സ്വന്തം ഉത്തരവാദിത്വത്തിനെ പറ്റി ഒരു അക്ഷരം മിണ്ടുന്നുണ്ടോ? ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല. പക്ഷെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സംഭവം അത് അവരെ തന്നെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചതിൽ ഒരു അപാകതയുണ്ട്. പക്ഷേ
ഏതായാലും ഇപ്പം എക്സ്പോസ് ചെയ്തു. അവർ മാത്രമല്ല, സിസ്റ്റത്തിൽ പരക്കെ ഈ ഈ ഈ പിന്നെ ഇത് ഒരു റോട്ട് അല്ലെങ്കിൽ ഈ ഒരു ചീയൽ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അത് വളരെ കൃത്യമായി അന്വേഷിച്ച് ഇപ്പൊ ഹൈക്കോടതിക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഒരു ശരിയായ അന്വേഷണം കൊണ്ടുവന്ന് തെറ്റ് ചെയ്തവരെയൊക്കെ ശിക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. പക്ഷെ അതിനേക്കാളും വലിയ ചോദ്യം നികേഷ് ആദ്യം ചോദിച്ച ചോദ്യമാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിൽ ഇത്തരത്തില് ഫോഴ്സ് ചെയ്തിട്ട് നിർബന്ധപൂർവം അന്വേഷിപ്പിച്ചിട്ട് ഇതുപോലെയാണ് ഇതിന്റെ റിസൾട്ട് വരുന്നതെങ്കിൽ ഇനി ശരിക്കുള്ള ഈ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന ട്രയലിൽ ഏത് തരത്തിലുള്ള റിസൾട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അത് വളരെയധികം അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അഡ്വക്കേറ്റ് ടി ബി മിനി എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? മാത്രമല്ല, മെമ്മറി കാർഡിലാണ് ഈ പരിശോധനയിൽ ഇത്രയധികം കാര്യങ്ങൾ തെളിഞ്ഞു വന്നിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ കോടതിയുടെ കയ്യിലും ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറുടെ കയ്യിലും ഒരു പെൻ ഡ്രൈവ് കൂടിയുണ്ട് എന്നുള്ളതാണ്. അതിലൊരു ഇതുവരെ പരിശോധന നടന്നിട്ടില്ല. ഇതിനകത്ത് ചോർന്നിട്ടുണ്ടോ എന്നറിയുന്ന രീതിയിലുള്ള ഒരു പരിശോധന നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതൊക്കെ ഇനി ഒരിക്കൽ കൂടി ആ നിലയിലേക്ക്, അതായത് പെൻഡ്രൈവിലേക്കും അതുപോലെ തന്നെ ചോർന്നിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട പരിശോധനയാണോ പോലീസ് അന്വേഷണത്തിലൂടെ മനസ്സിലാക്കേണ്ടത്? അല്ല, അതിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫൈറ്റിൻ്റെ ഇടയിൽ ഞാനത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അതായത് ഈ കേസ് നികേഷ്, ഈ കേസ് ഈ 445 എന്ന് പറയുന്ന ഈ കേസ് ഫയൽ ചെയ്യണ സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ ക്ലോസ് ചെയ്യാൻ പോകുന്ന സമയത്താണ് നമ്മളിത് ഫയൽ ചെയ്യണത്. അപ്പോൾ ആ സമയത്ത് ഈ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തിട്ടുണ്ട്, ആക്സസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സംശയമാണ് നമ്മൾ അന്ന് ആ പെറ്റീഷനിൽ ചെയ്തത്. അത് ഫോറൻസിക് ടെസ്റ്റിന് ജഡ്ജി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഫോർവേഡ് നോട്ട് കൊടുത്തിട്ടും അത് അയക്കാതിരിക്കുന്നു എന്നത് കണ്ടിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് എന്താ, 8ാം പ്രതി സുപ്രീം കോടതിയിൽ പോയിട്ട് ഒരു ജഡ്ജ്മെൻറ്റ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അതായത് അവർക്ക് മാത്രം സെൻട്രൽ ഫോറൻസിക് ലാബിൽ കൊണ്ടുപോയി ഈ മെമ്മറി കാർഡ് പരിശോധിപ്പിക്കാമെന്നും അത് അവരുടെ ഡിഫൻസിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആ ജഡ്ജ്മെൻറ്റ്. നമുക്ക് അപ്പം തന്നെ ഞാനത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ആ ചർച്ചകൾ എടുത്ത് നോക്കി അറിയാൻ പറ്റും. അപ്പം നമ്മളത് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, ഈ മെമ്മറി കാർഡ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെളിവ് ടാമ്പർ ചെയ്ത് വെച്ചിട്ട് ആ ടാമ്പർ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യം CFSലേക്ക് അയച്ച് അവിടെ നിന്ന് റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് PP കൊടുക്കാതെ, അതായത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് അതിൻ്റെ കോപ്പി കൊടുക്കാതെ ഡിഫൻസിൽ മാത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ ടാമ്പറിങ് എല്ലാം അന്ന് മാർക്ക് ചെയ്യുമ്പോൾ അതിലുണ്ട്. ആ കേസിൽ ആ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് ഫർദർ ഇൻവെസ്റ്റിഗേഷന് ടൈം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് അന്ന് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെ ബെഞ്ചിൽ ആ കേസ് വന്നു, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കൊടുത്ത്. അന്ന് തന്നെ അദ്ദേഹം ദ സെയിം ഡേ എന്ത് ചെയ്തു, ഒരു സ്പെഷ്യൽ ദൂതൻ വഴി ഇതിൻ്റെ മിറർ ഇമേജ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നത് എടുത്തുകൊണ്ടുവന്ന് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് അറിയണം. അതുകൊണ്ട് ഈ കേസ് ടാമ്പർ ചെയ്യപ്പെട്ടു. ടാമ്പർ ചെയ്ത് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ച ഈ കോടികളെല്ലാം മുടക്കിയത് വെള്ളത്തിലാവുകയും നമ്മളുടെ കേസ് യഥാർത്ഥ മെമ്മറി കാർഡ് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതും ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആ ആശങ്ക വേണ്ട, ആശങ്കയേ വേണ്ട. നമുക്ക് വിടാൻ പറ്റൂല. റൈറ്റ്, വ്യക്തമാണ്. വലിയ ശക്തമായ പോരാട്ടമാണ്, നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അവസാന നിമിഷം വരെ എല്ലാവരും ഉണ്ട്. ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർ മാത്രമല്ല, സമൂഹമാകെ ഉണ്ട്. ഡോക്ടർ ടി ബി മിനി, അതിജീവിതയുടെ അഭിഭാഷക, ഒപ്പം തന്നെ ജസ്റ്റിസ് കമാൽ പാഷ, പ്രകാശ് ബാരെ, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഇന്നത്തെ ചർച്ചയിൽ സഹകരിച്ചതിന് നന്ദി.